പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ തിരുനാൾ ദിവസം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും അത് ക്രിസ്മസ് ആണെന്ന കാര്യം. അത് കുഞ്ഞുനാൾ മുതലുള്ള ഒരു അനുഭവമാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. ഇന്ന് മക്കൾക്കുള്ളിടത്തോളം സ്വാതന്ത്ര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ പോകാം, വേദപാഠ ക്ലാസ്സിൽ പങ്കെടുക്കാം, പക്ഷേ കൃത്യസമയത്ത് വീട്ടിലെത്തണം എന്നുള്ള നിർബന്ധമാണ്. കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകാനൊക്കെ സാധിച്ചേക്കുമെങ്കിലും അതൊക്കെ നിശ്ചിത സമയങ്ങളിൽ മാത്രമായിരുന്നു. ഇതിനെല്ലാം ഒരിളവ് നമുക്ക് കിട്ടുന്നൊരവസരം ക്രിസ്മസാണ്. അന്ന് രാത്രി നേരത്തെ പള്ളിയിൽ പോകാം, ഈശോയുടെ പിറവിയിൽ പങ്കെടുക്കാം, വീട്ടിലെ മാതാപിതാക്കളുടെ കൂടെ വരാം. പിറ്റേ ദിവസം ക്രിസ്മസ് ദിവസം ഏറെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അയൽവക്ക വീടുകളിലൂടെയൊക്കെ കയറി ഇറങ്ങാൻ നടക്കാൻ പറ്റും. അന്ന് വൈകുന്നേരമാകുമ്പോൾ 25-ന് വൈകിട്ട് കരോളിന് പോകാമെന്നുള്ളതാണ്. എല്ലാ വീടുകളിലും ക്രിസ്മസ് ക്രിബുകളൊക്കെ ഒരുക്കി തയ്യാറാക്കി വയ്ക്കുന്നു. അന്ന് മാതാപിതാക്കളാണ് കരോളിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ കുട്ടികളായ ഞങ്ങൾക്കും പോകാനുള്ള അവസരമുണ്ട്. ഉണ്ണീശോയുടെ രൂപവും വഹിച്ച് പാട്ടുപാടി ചെണ്ടമേളങ്ങളോടുകൂടി ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വാർഡിലെ ഭവനങ്ങളെല്ലാം കയറി ഇറങ്ങി മിക്കവാറും നേരം പുലർച്ചെയാകുമ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുന്നത്. കൂട്ടുകാരുടെ കൂടെ മുതിർന്നവരുടെ കൂടെ പോകാനും മറ്റു ഭവനങ്ങൾ സന്ദർശിക്കുവാനും ഉണ്ണീശയും വഹിച്ചുകൊണ്ട് പോയി ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർ തരുന്ന കാപ്പി സൽക്കാരങ്ങളൊക്കെ പങ്കുചേരുവാനും സാധിക്കുന്ന സന്തോഷകരമായ അനുഭവമായിരുന്നു. ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോൾ അന്ന് ആ സന്തോഷമായിരുന്നെങ്കിൽ ഇന്ന് ആ സന്തോഷം മറ്റൊരർത്ഥം കൂടി വരികയാണ്. അന്ന് ക്രിസ്മസിൻ്റെ കേന്ദ്രബിന്ദു ഈശോയാണ് എന്നൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈശോയാണ് കേന്ദ്രം. ക്രിസ്മസിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ ഒരുക്കുന്ന പുൽക്കൂടുകൾ. എല്ലാ ഭവനങ്ങളിലും പുൽക്കൂടുകൾ ഒരുക്കുന്നു. നമ്മൾ തൂക്കുന്ന നക്ഷത്രങ്ങൾ ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ് നക്ഷത്രങ്ങൾ. ബെത്ലഹേമിലെ യൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് 3 രാജാക്കന്മാർക്കും ഒക്കെ സൂചന കൊടുത്തത് ആ നക്ഷത്രമാണ്. അതിൻ്റെ ഒരു പ്രതീകമെന്നോണമാണ് നമ്മൾ നക്ഷത്രം തൂക്കുന്നത്. ഒപ്പം നമ്മൾ നടത്തുന്ന അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം ക്രിസ്മസ് പപ്പ, രാത്രി കുർബാനകൾ, പടക്കം പൊട്ടിക്കുന്നത്, തുടർന്നുള്ള ക്രിസ്മസ് കരോള്, ഇതെല്ലാം ആ ക്രിസ്മസിൻ്റെ ആനന്ദം വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായകമാണ്. പക്ഷെ നമുക്കറിയാം എന്താണ് ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം? ഇതൊക്കെയാണോ? തീർച്ചയായിട്ടും അല്ല. പിന്നെയോ കർത്താവായ ഈശോ നമ്മുടെ ഇടയിൽ ജനിച്ചു. അല്ല, ഈശോയുടെ ജനനത്തിൻ്റെ സ്മരണ നമ്മൾ പുതുക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ കാരണം. ഈ സന്തോഷമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആട്ടിടയന്മാരുടെ പക്കൽ ചെന്ന് മാലാഖമാർ പാടിയ ഗീതവും അതിലാണ് അടങ്ങിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2:10 നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ പറയുകയാണ്, ഇതാ സകല ലോകത്തിനു വേണ്ടിയുള്ള ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. എന്താണ് സദ്വാർത്ത? മാലാഖമാർ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്കായി ഇതാ ഒരു രക്ഷകൻ, കർത്താവായ ഈശോ ഇന്ന് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾക്കായി രക്ഷകൻ, കർത്താവായ ഈശോ ഇന്ന് ബെത്ലഹേമിൽ ജനിച്ചു എന്നതാണ് സന്തോഷ വാർത്ത. രക്ഷകൻ ജനിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ്റെ ജനനം അവരെ സംബന്ധിച്ചിടത്തോളം സീമാതീതമായ സന്തോഷത്തിന് കാരണമായിരുന്നു. അത് അളന്ന് തിട്ടപ്പെടുത്തുവാൻ പറ്റുന്നതായിരുന്നില്ല, അത്രമാത്രം സന്തോഷകരമായിരുന്നു. ആ സന്തോഷമാണ് നക്ഷത്രമൊക്കെ സൂചിപ്പിച്ചത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചിരിക്കുന്നു എന്ന കാര്യം. ഈശോയെ ആരാധിക്കുവാനായിട്ട്, സമ്മാനങ്ങൾ കൊടുക്കുവാനായിട്ട് കിഴക്കൻ ദേശത്ത് നിന്ന് 3 രാജാക്കന്മാർ വന്നപ്പോഴും അവർ സന്തോഷത്തോടു കൂടിയാണ് നക്ഷത്രത്താൽ അനുഗമിക്കപ്പെട്ട് അവർ വന്നതെന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ഈശോയുടെ ജനനമാണ് നമുക്ക് സന്തോഷത്തിന് കാരണമായി തീരുന്നത്. ഈ ക്രിസ്മസ് വേളയിൽ ഈശോയുടെ ജനനം നൽകുന്ന സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഉറപ്പാക്കാം ഈ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത്
ഈശോ ജനിക്കുമ്പോഴാണ് എന്ന കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം. ഈശോ ഇല്ലാത്ത ക്രിസ്മസ് ഒരു എക്സ്മസ് എന്ന് പറയാറുണ്ട്, ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ്. അപ്പോൾ ഈശോ ഉള്ള ക്രിസ്മസ്, ഈശോയുടെ കൂടെയുള്ള ക്രിസ്മസ്, അതായിരിക്കട്ടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയമുള്ളവർ, നമുക്ക് സന്തോഷിക്കാൻ കാരണം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യമാണ്. എവഞ്ചേലി ഗൗദിയും അല്ലെങ്കിൽ ഗൗദിയും എവഞ്ചേലിയും സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ക്രിസ്ത്യാനികൾ ഏറെ സന്തോഷിക്കേണ്ടവരാണ്. എന്തുകൊണ്ടാണ്? അവർ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരായെന്ന നിലയിലോ അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ടെന്നോ പണമുണ്ടെന്നോ സമ്പത്ത് ഉണ്ടെന്നോ കരുതിയിട്ടല്ല, പിന്നെയോ കർത്താവായ ഈശോ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. മനുഷ്യാവതാരം ചെയ്ത ഈ ഭൂമിയിൽ നമ്മളിൽ ഒരുവനായി ജനിച്ച ഈശോ, നമുക്ക് വേണ്ടി മരിച്ചവൻ, അവസാനം ഉത്ഥിതനായവൻ, യുഗാന്ത്യം വരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവൻ, എപ്പോഴും കൂടെയുള്ള ജനത, അതാണ് ക്രൈസ്തവ ജനത. അതാണ് നമ്മുടെ സന്തോഷം. ഈ സന്തോഷം നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മറ്റവർക്ക് കാണാൻ കഴിയണം. അതാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്തോഷവും. ഈശോ ജനിച്ചിരിക്കുന്നു, നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആ രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, രണ്ടാമതൊരു ആശയം ഞാൻ പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ ജനനത്തെപ്പറ്റി വിശുദ്ധ യൗസേപ്പ് പിതാവിന് കിട്ടിയ ദർശനമാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് ഈശോയുടെ ജനനത്തെപ്പറ്റി മാലാഖമാർ വന്ന് യൗസേപ്പ് പിതാവിന് കൊടുക്കുന്ന സന്ദേശമാണ്. യൗസേപ്പ് പിതാവ് ഉറക്കത്തിലായിരുന്ന യൗസേപ്പ് പിതാവിന് ദൈവിക സന്ദേശം കിട്ടിയിട്ട് പറയുകയാണ്, നിൻ്റെ ഗർഭിണിയായ ഭാര്യ മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. സ്വീകരിക്കണമോ വേണ്ടയോ എന്ന ശങ്കയിലായിരുന്നു യൗസേപ്പ് പിതാവ്. കാരണം എന്താണ്? വിവാഹ നിശ്ചയം മേരിയുമായിട്ട് നടത്തിയെങ്കിലും അവൾ സഹവസിക്കുന്നതിന് മുമ്പേ മേരി ഗർഭിണിയാണെന്ന് അറിഞ്ഞ യൗസേപ്പ് പിതാവ് ഒരു സന്ദിഗ്ധാവസ്ഥയിലായിരുന്നു, ആകെ ഒരു അസ്വസ്ഥതയിലായിരുന്നു. അപ്പോഴാണ് ദൈവിക ദൂതൻ വന്ന് പറയുന്നത്, നീ അസ്വസ്ഥനാകേണ്ട, അവളെ സ്വീകരിക്കാൻ മടിക്കേണ്ട, കാരണം അവൾ പരിശുദ്ധാത്മാവിനാല ഗർഭിണിയായിരിക്കുന്നത്. അവളിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന് നീ യേശു എന്ന് പേരിടണം. പ്രവാചകൻ അരുളിച്ചെയ്യപ്പെട്ടതുപോലെ അവൻ എമാനുവേൽ എന്ന് വിളിക്കപ്പെടും, അറിയപ്പെടും പറയുകയാണ് ചെയ്തത്. അപ്പോൾ പിതാവായ ദൈവവും പ്രവാചകന്മാരും യേശുവിന് വേണ്ടി നീക്കിവെച്ച നാമം എമാനുവേൽ എന്ന നാമമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എമാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുള്ള ജനതയാണ് നമ്മൾ. എമാനുവേൽ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിതാവായ ദൈവം തൻ്റെ ഏകജാതൻ കർത്താവായ ഈശോയെ നമുക്ക് തന്നപ്പോൾ നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടിയാണ് തന്നത്. ദൈവം എപ്പോഴും മനുഷ്യരുടെ കൂടെ വസിച്ചവനാണ്. അകലങ്ങളിലുള്ളൊരു ദൈവത്തെപ്പറ്റി പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നെങ്കിൽ വേദപുസ്തകം കൂടുതൽ പഠിച്ചും വായിച്ചും ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. ആദ്യ മാതാപിതാക്കളുടെ കൂടെ തന്നെ ദൈവം ഉണ്ടായിരുന്നു എന്ന അനുഭവം അവർക്കുണ്ടായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 8-ാമത്തെ തിരുവചനം അതാണല്ലോ പറയുന്നത്, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് നടക്കുവാൻ ഇറങ്ങുന്ന ശബ്ദം അവർ കേട്ടു എന്ന് പറഞ്ഞത്. തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവം നടന്നു വന്നവർക്ക് നേരിട്ട് കണ്ടു എന്നുള്ള ചിന്തയല്ല, അവർക്ക് ആ ദൈവത്തിൻ്റെ സാമീപ്യം അവർക്കത് ഫീൽ ചെയ്തിരുന്നു, അവർക്ക് അനുഭവവേദ്യമായിരുന്നു. ആ ഒരു പ്രേരണ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ദൈവം അടുത്ത് നിന്നിരുന്ന സാഹചര്യം. ഇസ്രായേൽ ജനം നമുക്കറിയാം, ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് മോശയാൽ മോചിപ്പിക്കപ്പെട്ട് കാനാൻ ദേശത്തേക്കുള്ള യാത്രാവേളയിൽ 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവമാണ് അവരെ നയിച്ചിരുന്നത് എന്ന കാര്യം. അത് മോശ പറയുന്നുണ്ട് ദൈവത്തോട്, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ യാത്ര പുറപ്പെടുകയുള്ളൂ. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രാത്രി കാലങ്ങളിൽ അഗ്നിസ്തംഭമായിട്ടും പകൽ സമയത്ത് മേഘമായിട്ടും കർത്താവരുടെ കൂടെ ഉണ്ടായിരുന്നു. സമാഗമ കൂടാരം നിർമ്മിച്ച് മോശ സമാഗമ കൂടാരത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി മേഘം വന്ന് സമാഗമ കൂടാരത്തെ നിറയുമായിരുന്നു എന്ന് പറയുന്നു. ജനങ്ങൾ ആ സമയം അവരവരുടെ കൂടാരങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നത് നോക്കിക്കാണുമായിരുന്നു. ആ മേഘസ്തംഭത്തിൽ ദൈവിക സാന്നിധ്യമുണ്ടായിരുന്നു. സമാഗമ കൂടാരം നിർമ്മിച്ച് അതിനുള്ളിൽ വാഗ്ദാന പേടകം പ്രതിഷ്ഠിച്ചപ്പോൾ ആ വാഗ്ദാന പേടകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നത്? ദൈവകൽപ്പനകളടങ്ങുന്ന പേടകവും മന്നയും അവിടെ സൂക്ഷിച്ചിരുന്നു. മന്ന മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണമില്ലാത്ത അവസരത്ത് ദൈവം കൊടുത്ത അപ്പമാണ് മന്ന. വാഗ്ദാന പേടകം ദൈവകൽപ്പനയാകട്ടെ മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണങ്ങളാണ്. ഇത് രണ്ടും ദൈവിക സാന്നിധ്യത്തെ സൂചിപ്പിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പഴയ നിയമത്തിൽ അവർ എവിടെയെല്ലാം യാത്ര പുറപ്പെട്ടോ
യുദ്ധത്തിന് പോയോ? അവിടെയെല്ലാം ഈ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ടാണ് അവർ പോയത്. എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ കൂടെ നിന്നു. അല്ലെങ്കിൽ ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ജനതയാണ് തങ്ങളെന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങൾ പലവട്ടം പറയുന്നത്, കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്, കർത്താവാണ് ഞങ്ങളുടെ സംരക്ഷകൻ, കർത്താവാണ് ഞങ്ങളുടെ പരിച, കർത്താവാണ് ഞങ്ങളുടെ കോട്ട. 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവ് വരികയില്ല. പച്ചയായ മേച്ചിൽ പുറങ്ങളിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോകുന്നു, എൻ്റെ ശത്രുക്കൾ മുമ്പിൽ അവിടുന്ന് എനിക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു. ഇത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം കൂടെയുള്ള ജനതയായിരുന്നു. ആ അവബോധം ഇസ്രായേൽ ജനത്തിലുണ്ടായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ അതിനേക്കാൾ ഭാഗ്യമുള്ളവരാണ്. എങ്ങനെയാണ്? കൂടെ നിന്ന ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, മനുഷ്യവംശത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ഏറ്റവും വലിയ സ്നേഹസമ്പത്തായ തൻ്റെ പുത്രനെ നമുക്ക് ദാനമായി തന്നു. ആ ദാനത്തെ നമ്മൾ ഏറ്റെടുത്ത അവസരമാണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത്. സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം ഈശോയെ. രണ്ട് കരങ്ങൾ നീട്ടുമ്പോൾ നമ്മുടെ ഹൃദയം തുറക്കുന്ന പോലെയാണ്. ആ സമ്മാനം നമുക്ക് ഏറ്റുവാങ്ങാം. ഈശോയോട് പറയുക, ഈ ക്രിസ്മസ് ദിനത്തിൽ ഈശോയെ, നീയാവുന്ന സമ്മാനത്തെ ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. പിതാവായ ദൈവത്തോട് പറയാം, നിൻ്റെ സ്നേഹം കർത്താവായ ഈശോയിലൂടെ ഞങ്ങൾക്ക് പ്രകടമായല്ലോ. നിൻ്റെ സാന്നിധ്യം കർത്താവായ ഈശോയോട് ഞങ്ങൾക്ക് പ്രകടമാക്കി തന്നിരിക്കുകയാണ്. ആ സമ്മാനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് നമുക്ക് ഈശോയോട് പറയാൻ സാധിക്കും. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുള്ള ജനതയാണ് പ്രിയമുള്ളവരെ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം മുഴുവൻ വചനത്തെപ്പറ്റിയാണ് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആ വചനം മനുഷ്യ ഇടയിലേക്ക് കടന്നു വന്നു. ഈ കാര്യങ്ങളെല്ലാം പറയും. യോഹന്നാൻ 1:14 പറയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ദിവസമാണ് ക്രിസ്മസ് ദിവസം. അതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം. അവിടുന്ന് നമ്മുടെ പക്കലേക്ക് കടന്നു വന്ന് നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മളോട് കൂടെ താമസിക്കാൻ വേണ്ടി കൂടാരമടിച്ചു. ദൈവം കൂടാരമടിച്ച ദിവസമാണ് ക്രിസ്മസ് ദിവസം, നമ്മുടെ കൂടെ ആയിരിക്കുവാൻ. പ്രിയമുള്ളവരെ, പിന്നീട് ഒരിക്കലും അവിടുന്ന് നമ്മളെ വിട്ടിട്ട് പോയിട്ടില്ല. കൂടാരമടിക്കാൻ കടന്നു വന്ന ഈശോ തൻ്റെ ജീവിതകാലം മുഴുവൻ മനുഷ്യരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കുമല്ലോ. ഈശോ ഉണ്ടായിരുന്നു, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആരെയും അവിടുന്ന് വെറുതെ വിട്ടിട്ട് പോയിട്ടില്ല. ഈശോ ജീവിച്ചിരുന്നപ്പോൾ എത്രയോ ഭവനങ്ങളിൽ കടന്നു ചെന്നു തൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കാനായിട്ട്. കാനായിലെ ഭവനത്തിൽ കടന്നു ചെല്ലുന്ന കാര്യം നമുക്കറിയാം. സക്കൈവസിൻ്റെ വീട്ടിൽ കർത്താവ് കടന്നു ചെല്ലുന്നത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാസറിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെല്ലുന്നുണ്ട്. ജായരുസിൻ്റെ ഭവനത്തേക്ക് ഈശോ ചെല്ലുന്നുണ്ട്. ശതായുവിൻ്റെ ഭവനത്തേക്ക് ഈശോ കടന്നു ചെല്ലുന്നുണ്ട്. ആവശ്യമുള്ളിടത്തെല്ലാം ഈശോ കടന്നു ചെന്നിരുന്നു തൻ്റെ സാന്നിധ്യം പ്രകടമാക്കുവാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കാനായിട്ട്, സൗഖ്യം കൊടുക്കുവാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട്. എത്രയെത്ര രോഗികളെ കർത്താവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ബെത്സയിദായിലെ കുളത്തിൻ്റെ കരയിൽ കൂടെ പോകുമ്പോൾ അവിടെ കിടന്ന രോഗികളെ ശ്രദ്ധിച്ച കർത്താവ് 38 വർഷമായി അവിടെ കിടന്ന തളർവാദ രോഗിയെ കണ്ടു. ആരും പറയാതെ അവൻ്റെ മേൽ അനുകമ്പ തോന്നി അവനെ ചെന്ന് സുഖപ്പെടുന്ന സംഭവം നമ്മൾ കാണുകയാണ്. കർത്താവ് കൂടെയുള്ള അനുഭവമല്ലേ? ഈശോ രോഗികളുടെ കൂടെ നിന്നു. കുഞ്ഞുങ്ങളുടെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. അവർ ഈശോയുടെ പക്കലേക്ക് വന്നപ്പോൾ അപ്പസ്തലന്മാരവരെ ഓടിച്ചു വിടാൻ നോക്കി. പക്ഷേ ഈശോ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. ഈശോ അവരെ സ്വീകരിക്കുകയായിരുന്നു. മടുത്ത് ക്ഷീണിതനായിരുന്നിട്ടും അവരെ മടിയിൽ പിടിച്ചിരുത്തി താലോലിക്കുവാനും ആശീർവദിക്കുവാനും ഒക്കെ ഈശോയ്ക്ക് സമയം കിട്ടിയിരുന്നു. തൻ്റെ പഠനവേളയിലൊക്കെ ഈശോ ആളുകൾക്ക് സമീപസ്ഥനായിരുന്നു. അവരെ മനസ്സിലാക്കി ഇവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും ചിതറിക്കപ്പെട്ടവരുമാണ്. ഈശോ അവരോട് അനുകമ്പ കാണിക്കുന്നു. തൻ്റെ വചനം കേൾക്കുവാൻ വന്നിരുന്ന ആളുകൾ സന്ധ്യയായപ്പോൾ അപ്പസ്തലന്മാർ വന്ന് പറഞ്ഞു, ഇവരെ പിരിച്ചുവിടണം കർത്താവേ, ഇവർക്ക് ഭക്ഷണം കഴിക്കട്ടെ. വല്ലയിടത്തും പോയി ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഈശോയുടെ ആ സാമീപ്യത്തിൻ്റെ കൂടെ നിൽക്കലിൻ്റെ അനുസ്മരണമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. ഈശോ കൂടെ ഉണ്ടെന്നുള്ളതിന് വേണ്ടി എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. എത്രയോ ആശ്വസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഈശോ വ്യാപൃതരായിരുന്നു. പ്രിയമുള്ളവർ, മാത്രമല്ല യെശയ്യാ പ്രവാചകൻ സൂചിപ്പിക്കുന്ന പോലെ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തും നമ്മുടെ ഭാരങ്ങൾ വഹിച്ചും അവിടെ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് വ്യക്തമാക്കി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 25 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ 28-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ പക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
അപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ട് എപ്പോഴും കൂടെ നിന്നു. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമല്ലേ വിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചു തന്നത്. വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് തൻ്റെ ശരീരവും തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് ദാനമായി തന്നുകൊണ്ട് നിത്യം നമ്മുടെ കൂടെ വസിക്കുകയാണ്. ക്രിസ്മസ് വേളയിൽ കടന്നു വന്ന ഈശോ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുകയല്ല, നിത്യം നമ്മുടെ കൂടെ വസിക്കുവാൻ, നിത്യം നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ക്രിസ്മസ് ആയി തീരുവാൻ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് അനുദിനം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നു. സ്നേഹത്തോടെ നമുക്ക് ഓർക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് സ്വന്തം അമ്മയെ നമുക്ക് ദാനമായി തന്നു. കുരിശിൽ കിടക്കുന്ന ഈശോ യോഹന്നാന് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ ആ അമ്മയിലൂടെ തൻ്റെ സാന്നിധ്യമാണ് പ്രകടമാക്കിയത്. സ്വർഗാരോഹണത്തിന് ശേഷം സഭയുടെ മേലും അപ്പോസ്തല സമൂഹത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈശോ കണ്ടത്. ഈശോയുടെ സാന്നിധ്യം നമ്മളിലുണ്ട് എന്നുള്ളതായിട്ടാണ് സഭയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. വീണ്ടും ആ പെന്തക്കോസ്ത് അവസരത്തിലൂടെ സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നപ്പോൾ സഭയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് സന്തോഷിക്കാം. ദൈവിക സാന്നിധ്യമുള്ള മക്കളാണ് നമ്മൾ അനാഥരല്ല, നമ്മൾ ആരും ഇല്ലാത്തവരൊന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കൃപയും ദൈവ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യമുള്ള മനുഷ്യരാണ്. എപ്പോഴും അവിടെ നമ്മുടെ കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ അവസാനത്തെ വാചകം അറിയാത്തവരായിട്ട് ആരാ ഉള്ളത്? 28-20 അറിഞ്ഞുകൂടാ, പക്ഷെ മറ്റ് വചനം നമുക്കറിയാം. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് പറയാണ് യുഗാന്ത്യം വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസാനം വരെ, ഈ യുഗങ്ങൾ തീരുന്നവരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, യുഗാന്ത്യം വരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ ആരെയും ഉപേക്ഷിച്ച് പോകുന്നില്ല എന്നുള്ള നമ്മൾ ഓർക്കേണ്ടത്. അത് ക്രിസ്മസിൻ്റെ വലിയ സന്തോഷമാണ്. നമ്മൾ അനാഥരല്ല, നമ്മൾ സനാതരാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 15 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയും, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് വസിക്കും, നിങ്ങൾ സനാതരായിരിക്കും, നിങ്ങൾ അനാഥരാവുകയില്ല. അപ്പോൾ ദൈവിക സാന്നിധ്യം അന്ന് അടുത്തുള്ള നമ്മൾ ആരും അനാഥരല്ല. ക്രിസ്മസ് ഓർമ്മപ്പെടുത്തിയാണ് വീണ്ടും വീണ്ടും ആ കാര്യത്തെപ്പറ്റി. അവസാനമായി 3-ാമതായി പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനം. ഈശോ എത്രമാത്രം മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവനായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിന് എവിടെ വേണമെങ്കിലും വാസസ്ഥലമായി തിരഞ്ഞെടുക്കാമായിരുന്നു. പിതാവായി ദൈവത്തിന് മനസ്സ് വെച്ചെങ്കിൽ എവിടെയും വേണമെങ്കിൽ ഈശോയ്ക്ക് ജനിക്കാമായിരുന്നു, ഏത് അവസ്ഥയിൽ വേണമെങ്കിലും. പക്ഷേ അവിടുന്ന് തിരഞ്ഞെടുത്തത് തൻ്റെ ഏകജാതൻ പുൽത്തൊട്ടിയിൽ പിറക്കണമെന്നാണ്. അത് ബോധപൂർവ്വം തിരഞ്ഞെടുത്തതാണ്. പുൽത്തൊട്ടിയിൽ യേശു തൻ്റെ ഏകജാതൻ പുൽത്തൊട്ടിയിൽ പിറക്കുന്നത് വഴിയായി മറ്റെല്ലാവർക്കും അവനേക്കാൾ വലിയൊരു മഹത്വമുണ്ടെന്ന് ഈശോ തെളിയിക്കുകയാണ്. ഈശോ പുൽത്തൊട്ടിയിൽ പിറന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കന്നുകാലികൾക്ക് ആഹ്ലാദമായില്ലേ? തൊഴുത്തിന് ആഹ്ലാദമായില്ലേ? അവിടെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുപിതാവിനും ആഹ്ലാദമായില്ലേ? അവരൊക്കെ മൗത്തീകരിക്കപ്പെട്ടില്ലേ? താഴെക്കടയിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ തന്നേക്കാൾ വലിയവനായിട്ട് ഈശോ മറ്റുള്ളവരെയൊക്കെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ഒരു വലിയ പാഠം. അപ്പോൾ ആ ഈശോയുടെ കരുതലാണ് നമുക്കവിടെ പ്രകടമാകാൻ സാധിക്കുന്നത്. അത്രമാത്രം സ്നേഹം, കരുതൽ ഈശോ കാണിക്കുകയുണ്ടായി. അത് പുൽത്തൊട്ടി തുടങ്ങിയ ആ കരുതൽ പിന്നെ അങ്ങോട്ട് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ജീവിതകാലം മുഴുവൻ ഈ കരുതൽ, ഈ ഒരു സ്നേഹം ഈശോ കാണിക്കുന്നുണ്ട്. ആരെയും അവിടുന്ന് മാറ്റി നിർത്തിയില്ല, എല്ലാവരെയും ഉൾക്കൊണ്ടു. ഒരുപക്ഷെ സമൂഹം മാറ്റി നിർത്തിയ പരസ്യ ഭാവികളെയും വേശ്യകളെയും ചുങ്കക്കാരെയും എല്ലാം കർത്താവ് കൂടെ കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്, മാറ്റി നിർത്താതെ. അത് കർത്താവിൻ്റെ ആ ക്രിസ്മസ് നമുക്ക് നൽകുന്നൊരു സന്ദേശം കൂടിയാണ്. എല്ലാവരേക്കാൾ എളിയവനായി പിറന്നവൻ എല്ലാവരേക്കാൾ തന്നേക്കാൾ മഹത്വമുള്ളവനായി കണ്ടു എന്ന കാര്യം, ഇത് നമുക്ക് വലിയൊരു ചിന്ത, വലിയൊരു സന്ദേശം, ഒരു പ്രേരണ നൽകുന്ന കാര്യമാണെന്ന് കൂടി പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. ഈശോയുടെ ജനനം എല്ലാവർക്കും മഹത്വം കൊടുത്തു. പ്രത്യേകിച്ച് മനുഷ്യവംശം മുഴുവനും, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മഹത്വം നൽകിയ ഒരു വലിയ സംഭവമാണ് ഈശോയുടെ ജനനം. അങ്ങനെയാണ് ഈ പ്രിയമുള്ളവരെ, ഈശോ ഈ ക്രിസ്മസ് വേളയിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠവും മറിച്ചല്ല. ഈശോ നമ്മളെ മഹത്വമുള്ളവരായി കണക്കാക്കിയെങ്കിൽ, ശ്രേഷ്ഠരായി കരുതിയെങ്കിൽ, നമ്മളും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കരുതുവാൻ നമുക്ക് കഴിയണം. എല്ലാവരെയും, കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി വലിയവർ വരെയും, നമ്മൾ ആരെ കണ്ടാലും അവരെയൊക്കെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെ കുറച്ചുകൂടി ഒന്ന് താണു കൊടുക്കുവാൻ ഉള്ള മനസ്സ് നമുക്ക് വേണം. കർത്താവ് കടന്നു വന്നപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായല്ലോ, ഞാൻ നിങ്ങളുടെ ഇടയിലായിരിക്കുന്നത് എപ്രകാരമാണ്? യജമാനനെ പോലെ എന്നല്ല അവിടുന്ന് പറഞ്ഞത്. ആരാണ് വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥൻ? യജമാനൻ വരുമ്പോൾ മറ്റുള്ളവരെ മർദ്ദിച്ച് തിന്നുകുടിച്ച് മതിച്ച് കിടക്കുന്ന ഒരു വേലക്കാരനെയാണോ? അല്ല, യജമാനു വേണ്ടി കാത്തിരിക്കുന്നവൻ.
അല്ലെങ്കിൽ യജമാനൻ വരുമ്പോൾ തൻ്റെ ജോലി വ്യാപൃതനായി കാണുന്ന വൃത്തിനെ പോലെ ആയിരിക്കണം നമ്മൾ പറയുന്നുണ്ട്. എൻ്റെ കർത്താവ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ ലൂക്കയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് അപ്പോസ്തലന്മാരുടെ ഇടയിലായിരുന്നത് അവരെ പരിചരിക്കുന്നവരെ പോലെയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ പരിചരിക്കുന്നവരെ പോലെയായിരുന്നു അവിടുന്ന്. അപ്പോൾ നമ്മളും ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്, മറ്റുള്ളവരെ പറ്റി നമ്മളും കരുതലുള്ളവരാണ്. ആരോടാണ് നമ്മൾ കരുതൽ കാണിക്കേണ്ടത്? എനിക്ക് തോന്നി ക്രിസ്മസ് വേളയിൽ നമ്മളെല്ലാവരോടും കരുതലുള്ളവരായിരിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് മക്കൾക്ക് കരുതൽ വേണം. നമ്മുടെ അപ്പച്ചന്മാർ, നമ്മുടെ അമ്മച്ചിമാർ എത്രയോ കരുതലോടുകൂടി നമ്മളെ സ്നേഹിച്ചവരാണ്. നമുക്ക് ജന്മം നൽകി നമ്മൾ വളർത്തുവാൻ വേണ്ടി, സ്കൂളിൽ അയക്കുവാൻ വേണ്ടി, പഠിപ്പിച്ച് വലുതാക്കുവാൻ വേണ്ടി എത്രയോ ക്ലേശങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പ്രായ ആധിക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ അവർ നമ്മളെ ആശ്രിതരായിട്ട് കഴിയുമ്പോൾ അവരോടൊരു കരുതൽ, ഒരു സ്നേഹം, അവരൊരു കാരണവശാലും വേദനിക്കാൻ പാടില്ല. നമുക്ക് ജീവനുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ പറ്റിയുള്ള കരുതൽ കൊടുക്കുവാൻ കൂടി നമ്മൾ വിളിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഈശോ കാണിച്ച കരുതൽ, ഈശോ കാണിച്ച ആ മറ്റുള്ളവരെ പറ്റിയുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു വരട്ടെ. ആദ്യമായി നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറാം. നമ്മുടെ സഹോദരങ്ങളോട് പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അകന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്തിട്ട് നമ്മുടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരായി കണ്ട് അവരോട് കരുതലോടുകൂടി വർത്തിക്കുക. നമ്മുടെ മക്കളോട് കരുതൽ കാണിക്കുക. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് സാധാരണ മാതാപിതാക്കളൊക്കെ അത് ചെയ്യുന്നതാണെങ്കിലും ഏതെങ്കിലും കാരണത്തിൽ നമുക്കത് കുറവ് വന്നിട്ടുണ്ടോ, നമ്മുടെ മക്കളെ നമ്മൾ കരുതലോട് സ്നേഹിക്കണം. ഈശോ എല്ലാവരെയും സ്വീകരിച്ചെങ്കിലും നമ്മളും നമ്മുടെ മക്കളെ എല്ലാവരെയും സ്നേഹിക്കണം. അവിടെ ചേരുതിരിവിനോ പക്ഷപാതം ഒന്നും കാണിക്കാതെ ജനിച്ച എല്ലാ മക്കളെയും കരുതലോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കരുതൽ ആവശ്യമാണ്. നമ്മുടെ അയൽവാസികളോടും വേണം നോക്കാൻ നല്ല ബന്ധം. അയൽവാസികളോടും നല്ല ബന്ധം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പ്രയാസം അനുഭവപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് നല്ല ബന്ധം വേണം. പ്രിയമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ആ കരുതലല്ലേ കാണിച്ചത്? എലിസബത്ത് ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ അമ്മ ആ ഐൻകറിയും എന്ന പ്രദേശത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട ഒരു കരുതലായിരുന്നു. തൻ്റെ ഇളയമ്മയായ ഏലീശയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് യോസേപ്പ് പിതാവിനെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയുടെയും ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എത്ര കരുതലോടുകൂടിയാണ് യോസേപ്പ് പിതാവ് അവർ ശ്രദ്ധിച്ചത്. തൻ്റെ ജീവിതകാലം മുഴുവനും. പ്രിയമുള്ളവർ, പ്രത്യേകിച്ച് ഈ ഒരു വർഷം 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയും പരിശുദ്ധ പിതാവ് യോസേപ്പ് പിതാവിൻ്റെ വർഷമായി ചിത്രീകരിച്ചിരിക്കുമ്പോൾ ആ യോസേപ്പ് പിതാവിനെ പോലെ കരുതലുള്ള അപ്പച്ചന്മാരായി തീരുവാൻ എല്ലാ അപ്പച്ചന്മാർക്കും സാധിക്കട്ടെ. ഒപ്പം നമുക്ക് ഓരോരുത്തർക്കും കരുതലോടും സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ. പ്രിയമുള്ളവർ, നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് സഹോദരന്മാരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ കായൻ ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം കായലിനോട് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഉൽപ്പത്തി 3:9 നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരൻ, എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാവൽക്കാരാണ്. അവർ നന്നായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളതേപ്പറ്റി കരുതലുള്ളവരായിരിക്കണം. അപ്പോൾ ഈ ക്രിസ്മസ് ദിവസം ഈശോ നമ്മളോട് കരുതലോടുകൂടി നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്നെങ്കിൽ, തൻ്റെ ജീവിതകാലം മുഴുവൻ നമ്മളോട് കരുതൽ കാണിച്ചെങ്കിൽ, തൻ്റെ ജീവിതം തന്നെയും നമ്മളോടുള്ള കരുതലിനെ പ്രതി കുരിശിൽ ഹോമിച്ചെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവരാകാം. അതുവഴിയായി ഈശോയുടെ സ്നേഹമൊക്കെ കൊടുക്കുവാൻ സാധിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ജനിക്കട്ടെ. ഈശോ നമ്മുടെ കൂടെയുണ്ടെന്ന അവബോധത്തിൽ നമുക്ക് വളരാൻ സാധിക്കട്ടെ. ഈശോ നമ്മളോട് കരുതലും സ്നേഹവും കാണിച്ചതുപോലെ മറ്റുള്ളവരോട് സ്നേഹവും കരുതലും കാണിക്കാൻ നമുക്ക് കഴിയണം. ഇതാ ഇനി ഉടനെ തന്നെ ഈ 2020 അവസാനിക്കുന്നു. കൃതജ്ഞതയുള്ളവരാകാം. 21 സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടി കരുതലോടുകൂടി കടന്നു ചെല്ലാനും കൂടി നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.